ഹായ്, എൻ്റെ പേര് ഐശ്വര്യ. 8/20 എൻ്റെ എക്സാം. എൻ്റെ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതായത് സിമ്പിളായിട്ടുള്ള റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ട്വിസ്റ്റഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഫയൽസിലധികം കാണാത്ത ടൈപ്പ് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ വാല്യൂസ് തന്നിട്ടുള്ള ലാബ് വാല്യൂസ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് കാൽക്കുലേഷൻ ഒരു 5 to 6 ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അത് സിമ്പിളായിട്ടുള്ളതായിരുന്നു. പിന്നെ സ്ട്രക്ചർ ടൈപ്പ് ഒരു 8 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിലെ സ്ട്രക്ചറിൽ ചില ക്വസ്റ്റ്യൻസൊന്നും നെയിം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല സ്ട്രക്ചറിൻ്റെ. പിന്നെ ടൈം മാനേജ്മെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കൊരു 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ എനിക്കെല്ലാം കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ടൈമിലാണ് ഞാൻ ഫ്ലാഗ് ചെയ്തത്. പിന്നെ ഞാൻ പഠിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒക്ടോബറിലാണ് മെഡിക്കൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റാണ്. ഞാൻ ജോയിൻ ചെയ്ത ടൈമിൽ എനിക്ക് ലൈവ് ക്ലാസ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഡേറ്റ് എടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫയൽസും ക്രാഷ് കോഴ്സൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഫയൽസ് എല്ലാം ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇത്തവണ ഞാൻ ഫയൽസൊക്കെ നോക്കി. പിന്നെ ക്രാഷ് കോഴ്സ് മുന്നേ കേട്ടിട്ടുള്ള നോട്ട് എഴുതി വെച്ചിട്ടുള്ളതുകൊണ്ട് എല്ലാ ക്രാഷ് കോഴ്സും ഒന്നും കൂടി കേൾക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എക്സാം 1 വീക്കൊക്കെ മുന്നേ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറീസ് വായിച്ചില്ല, ഞാൻ കേട്ടു. റെക്കോർഡ് ക്ലാസ് കേട്ടു. അതായത് വാക്സിനേഷൻ, എപ്പിഡെമോളജിയൊക്കെ ഒന്നും കൂടി ഞാൻ കേൾക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫയൽസ് നോക്കുമ്പോൾ അപ്പോൾ തന്നെ ഡൗട്ടുള്ളത് നമ്മുടെ മെൻറ്റേഴ്സിനോട് അല്ലെങ്കിൽ വേറെയുള്ള ടീച്ചേഴ്സിനോടൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. എൻ്റെ ഏറെക്കാലത്തെ സ്വപ്നമായിരുന്നു DH. അപ്പോൾ ഇങ്ങനെയൊരു മിഡ്-റേഞ്ചിൽ ജോയിൻ ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊരു അവസരം ഉണ്ടായത്. പിന്നെ അതിന് സഹായിച്ച അൻഡു സാർ, എൻ്റെ മെൻറ്റർ സുദീപ് സാറ്, പിന്നെ എൽദോ സാറ്, ഗോകുൽ സാറ്, എല്ലാവർക്കും താങ്ക്സ്. പിന്നെ ഇനി എക്സാം എഴുതാൻ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത് നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. 1 വീക്ക് മുന്നേ തിയറി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നും കൂടി വായിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് കേൾക്കുക ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ടെൻഷൻ ഒഴിവാക്കി പോയി കൂളായിട്ട് എക്സാം എഴുതണം. ടെൻഷൻ അടിച്ച് പോയിട്ട് നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് വരെ ചിലപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും ജയിക്കാൻ സാധിക്കട്ടെ.